ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 11-ാം ദിവസം. ഒരു മനുഷ്യായുസ്സിനെ പുനർനിർവചിക്കുന്ന ധ്യാനത്തിന്റെ അതുല്യാനുഭവങ്ങളുമായി ഒരു നോമ്പ് കാലം കൂടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 34 1 മുതൽ 14 വരെ. പുറപ്പാട് പഴയ നിയമത്തിലെ സുപ്രധാന രക്ഷാസംഭവമാണ്. പുറപ്പാട് 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ മോശയുടെ അസാന്നിധ്യം അനുഭവിച്ച ജനം അസ്വസ്ഥരാവുന്നു. പുറപ്പാട് ജനത്തിന്റെ ജീവനായുള്ള നിലവിളിയോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ്. ഒരു ജനതയായി ഇസ്രായേൽ ജനം രൂപപ്പെട്ടതും പുറപ്പാട് സംഭവത്തിലൂടെയാണ്. മോശ ദൈവമഹത്വം കാണുന്നതിനു മുമ്പ് മോശയ്ക്ക് ഒരു പ്രധാന നിർദ്ദേശം ലഭിക്കുന്നതായി 34-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. തന്റെ മഹത്വം കാണിക്കുവാൻ മോശയോടുള്ള വാഗ്ദാനം നിറവേറ്റാൻ ദൈവം സീനായ് പർവ്വതത്തെ ഒരുക്കി. ഇവിടെ മോശ ജനത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും ദൈവം മോശയുടെ അപേക്ഷ കേട്ട് കൽപ്പനകൾ നൽകുകയും ചെയ്യുന്നു. ഉടമ്പടി ലംഘനത്തിന്റെ അനുഭവമാണ് 32-ാം അധ്യായത്തിൽ എങ്കിൽ ഉടമ്പടി പുതുക്കലിന്റെ അനുഭവമാണ് 34-ാം അധ്യായത്തിൽ. ദൈവത്തിന്റെ കോപത്തിനും ദൈവജനത്തിന്റെ മറുതലിപ്പിനും മധ്യേ ഒരു മധ്യസ്ഥനായി മാറുകയാണ് വിമോചക നേതാവായ മോശ. യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ എന്ന ഉറപ്പാണ് ദൈവം മോശയ്ക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനതയുടെ പാപമോചനത്തിനായി ദൈവത്തോട് യാചിക്കുന്ന മോശ തന്റെ ജനത്തോട് ക്ഷമിക്കുവാനും അവരെ ദൈവം തന്റെ സ്വജനമായി സ്വീകരിക്കാനും ദൈവത്തോട് ധൈര്യത്തോടെ അപേക്ഷിക്കുകയാണ് മോശ. മുന്നോട്ടുള്ള യാത്രയിൽ മോശയെയും ഇസ്രായേൽ ജനതയും ശക്തീകരിക്കുന്നത് ദൈവിക സാന്നിധ്യത്തിന്റെയും ദൈവിക നന്മകളുടെയും ദൈവിക സംരക്ഷണത്തിന്റെയും ഉറപ്പാണ്. ദൈവത്തിന്റെ ചരിത്രത്തിലെ ഇടപെടൽ അവരെ ഒരു ഉടമ്പടി സമൂഹമായി രൂപപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമൃദ്ധമായ ജീവനിലേക്ക് സർവ്വ സൃഷ്ടിയെയും നയിക്കുവാൻ സ്വന്തം ജീവനെ ദാനമായി നൽകിയ വിമോചകനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെടുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.